ബംഗളൂരു എഫ് സി അങ്ങനെ ജയത്തോടു കൂടി തന്നെ കന്തീർവേൽ അവരുടെ ISL ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു ഹാങ് ഓവർ മാറാൻ ആക്ച്വലി ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഐമനും അസറും തോമസ് ചോർസും ഒക്കെ കൂടെ ഒരു സമ്മാനം തരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കളി കണ്ടത്. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി അവർക്ക് അവരുടേതായ മോമെന്റ്സ് ഈ കളിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ ചാൻസുകൾ അവർക്ക് കൺവേർട്ട് ചെയ്യാനായില്ല. ഇവഞ്ച്വലി 90-ാം മിനിറ്റിൽ ദ ഇൻഎവിറ്റബിൾ തിങ് സംഭവിച്ചു. സുനിൽ ഛേത്രി വന്നു, ഗോൾ അടിച്ചു, BFC അവിടെ പോയിന്റ് സീൽ ചെയ്തു. 2-0 വിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിൻ. ബിക്കോസ് ഈ ഒരു മത്സരത്തിൽ ചില സിറ്റുവേഷനുകളിൽ ഒരുപക്ഷെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് ഒരു ഈക്വലൈസർ കണ്ടെത്തി തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ BFC ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് അവർ ചില സെക്കൻഡ് ഹാഫിലെ ചില നിമിഷങ്ങളിലൊന്നും അവർ അത്ര നല്ല രീതിയിലല്ല കളിച്ചത്. എന്നിട്ടും അവർ വളരെ ഈസി ആയിട്ടൊരു ക്ലീൻ ഷീറ്റോട് കൂടി ആ ഒരു റിസൾട്ട് സീൽ ചെയ്തു എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങളായിട്ട് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നില്ല, നമ്മുടെ റൈവൽസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് റിസൾട്ടുകൾ കണ്ടെത്തുന്നുണ്ട്. എന്തായാലും ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് ഈ മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, 5 കാര്യങ്ങൾ ഇതിലില്ല, കാരണം 5 കാര്യങ്ങൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. ഈ ബാക്കിയുള്ള മത്സരങ്ങളിൽ നമ്മൾ 3 കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കാര്യം, ബംഗളൂരു എഫ് സി നമ്മുടെ ഏറ്റവും വലിയ റൈവൽസ് ആണല്ലേ. ISLലേക്ക് അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എൻട്രി നടത്തിയത്. എന്നാലും അവർ വന്നതിൽ പിന്നെ ഈ ഒരു ലീഗിൽ നമ്മൾ ഫിക്സർ വരുമ്പോൾ ഏറ്റവും ആദ്യം പേഴ്സണലി ഞാൻ ഏറ്റവും ആദ്യം നോക്കുന്ന ഫിക്സർ അത് തന്നെയാണ്. ഒരു പക്ഷേ നമുക്ക് കന്തീർവേൽ ജയിക്കാനാവാത്തതുകൊണ്ടായിരിക്കാം, എന്തോ ഒരു പ്രത്യേക വാശിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ അമിതമായിട്ടൊരു ഈ ഒരു വാശിയും ഈ ഒരു ഹെയ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഈ ഒരു ലീഗിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല പ്രോജക്റ്റുകളിൽ ഒന്ന് BFCയുടെ തന്നെയാണ്. ലൈക്ക് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെപ്പോൾ ഈ ലീഗിലേക്ക് എൻ്റർ ചെയ്തോ അതിൽ നിന്ന് ഇവിടെ വരെ അവർ ഒരു വെൽ റൺ ക്ലബ്ബാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇപ്പൊ മോഹൻ ബഗാൻ റിലേ ചെയ്യുന്നത് എന്താ, അവർ ഭയങ്കര ഒരു ഫിനാൻഷ്യൽ പവറിലാണ്. ആരെ വേണമെങ്കിലും എത്ര പൈസ കൊടുത്ത് വേണമെങ്കിലും മേടിക്കാം. അവർ അങ്ങനെ ഒരു മൊണോപ്പൊളി ഈ ലീഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബംഗളൂരു എഫ് സി അങ്ങനെ ഒരു ഓവർ ദ ടോപ്പ് സ്പെൻഡിങ് ഒന്നും ചെയ്യാറില്ല. അവർ ഭയങ്കര സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫുട്ബോൾ ക്ലബ്ബാണ്. ആൻഡ് ഓവർ ദ ഇയേഴ്സ് ശരിക്കും ഈ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ ക്ലബിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയത് ശരിക്കും ഈ BFC തന്നെയാണ്. അവർ ആദ്യം ഐ ലീഗിൽ വന്നപ്പോൾ അവരുടെ ആ ഒരു ഓപ്പറേഷൻസും കാര്യങ്ങളും മാനേജ്മെന്റും മീഡിയയുടെ വർക്കാണെങ്കിലും എല്ലാം ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു. അത് നമ്മൾ പലപ്പോഴും ഓപ്പൺലി അഡ്മിറ്റ് ചെയ്യാറില്ല, കാരണം നമ്മൾ BFCനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരെ ആ ഒരു ലെൻസിൽ നിന്ന് നമ്മൾ പലരും നോട്ടീസ് ചെയ്യാറുള്ളൂ. കാരണം അവർ നമ്മുടെ ശത്രുക്കളാണ് അവന്മാർ. കാരണം ആ വാശി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ റൈവലറി നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇത്രയും സക്സസ്ഫുൾ അല്ലാഞ്ഞിട്ട് പോലും ലൈക്ക് ട്രോഫി വൈസ് നമ്മൾ ഒട്ടും അവരുടെ 7 ഇലക്കത്ത് പോലും സക്സസ്ഫുൾ അല്ല. എന്നാലും നമ്മൾ ഈ റൈവലറി ഭയങ്കര കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് അവർക്കും ഉണ്ട് കേട്ടോ. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സാധനത്തിൽ നമ്മുടെ ഫാൻസ് പോയി എൻഗേജ് ചെയ്താണ് അവരുടെ പല സാധനങ്ങളും വൈറലാവുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും ഇങ്ങനെ ആ ഒരു ലെൻസിൽ നിന്ന് മാത്രം നമ്മൾ എപ്പോഴും കാര്യങ്ങൾ നോക്കരുത്. നമ്മൾ ഒരു കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇറങ്ങി ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഒരു ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ശരിക്കും ബംഗളൂരു എഫ് സിനെ ആ JSW അവർ ആ ക്ലബ്ബ് റൺ ചെയ്യുന്നത് ശരിക്കും ഒരു മാതൃകയാണ്. നമ്മുടെ മാനേജ്മെന്റ് ഒക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലേ. കാരണം ഈ ലീഗിൽ ഇപ്പൊ ഞാൻ പറയാലോ, നമ്മുടെ നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻ ബഗാൻ അല്ലെങ്കിൽ ഒരു ഗോവ അല്ലെങ്കിൽ ഒരു BFC അവരൊക്കെ ടേസ്റ്റ് ചെയ്ത ആ ഒരു സക്സസ് ആണ് നമ്മൾ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ ഈ ക്ലബ്ബുകളൊക്കെ നമ്മളെ പിന്തള്ളി ഒരുപാട് മുന്നിലേക്ക് പോയി കഴിഞ്ഞു. അവർ ഇപ്പോൾ ആലോചിക്കുന്ന ഏഷ്യയിൽ എങ്ങനെ ഒരു മാർക്ക് ഉണ്ടാക്കാം, അതൊക്കെയാണ് ഇപ്പോൾ അവരുടെ ഗോൾസ്. കാരണം ഈ ലീഗ് അവർ ഓൾറെഡി ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. പല ഫേസുകളിലായിട്ട് പല ട്രോഫികളും അവർ അടിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഈ ലീഗിൻ്റെ ഈ ISLൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം തൊട്ടേ ഒരു പവർ ഹൗസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. മെയിൻ ഇത് നമ്മുടെ ഫാൻസാണ്, സപ്പോർട്ടാണ്. എവിടെ ഏത് കളി വന്നാലും നമ്മുടെ ഫാൻസ് അവിടെ ഉണ്ട്. TV വ്യൂവർഷിപ്പ് ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിയുടെ 7 അയലക്കത്ത് വേറൊരു വ്യൂവർഷിപ്പും വന്നിട്ടില്ല. സ്റ്റേഡിയത്തിൽ അറ്റൻഡൻസ് ആണെങ്കിലും ആവറേജ് അറ്റൻഡൻസ് ഒക്കെ നമ്മൾ ഭയങ്കര മുന്നിലാണ് ബാക്കിയുള്ള ക്ലബ്ബുകളെ വെച്ച് നോക്കുമ്പോൾ. ഇന്നത്തെ കളിയിൽ ആക്ച്വലി ഏതാണ്ട് 12,000 പേരെന്തോ ആണ് BFCയുടെ കളി കാണാൻ വന്നത്. നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കളികൾ പ്രോപ്പറായിട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആ ഒരു ലെവലിൽ പോകേണ്ട ഒരു ക്ലബ്ബാണ് ശരിക്കും നമ്മൾ. പക്ഷെ നമ്മുടെ പല തീരുമാനങ്ങൾ കാരണം
നമ്മൾ ഇന്ന് ഇവരെക്കാളൊക്കെ ഒരുപാട് പിന്നിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മോഹൻ ബഗാനും നമ്മൾ തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ചൊക്കെ. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ എന്നാണ് ഈ ക്ലോസ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ റിട്ടൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഇവരായിട്ടൊക്കെ ഇനി നമുക്കൊന്ന് മുട്ടി നിൽക്കണമെങ്കിൽ. കാരണം ഇവരൊക്കെ അത്രയും സ്ക്വാഡിനെ അപ്ഗ്രേഡ് ചെയ്ത് അത്രയും ലെവലിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കുറേ വർഷങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടോ? ഇല്ല. കാരണം ഫോറിൻ താരങ്ങൾ ആരെങ്കിലുമൊക്കെ വരും, കളിക്കും, കുറച്ച് മത്സരങ്ങൾ കളിക്കും, പോവും. ഒരു ഇന്ത്യൻ കോറ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ടീമുകളെയൊക്കെ നമ്മൾ നോക്കിയാലും അവരുടെയൊക്കെ ബെസ്റ്റ് സക്സസ്ഫുൾ ടൈമിലും അവരെപ്പോഴും ആക്ച്വലി അവരുടെ ആ ഒരു കോർ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവർ ഈ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ടാവും, വർഷങ്ങളായിട്ട് കൂടെ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആകെ കൂടെ ഉള്ളത് കുറേ ഫാൻസ് ഉണ്ട്. നമ്മളെല്ലാ കളിയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, സ്റ്റേഡിയത്തിൽ പോവും, ടി വിയിൽ കളി കാണും, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ശരിക്കും ഇതിലും കൂടുതലൊക്കെ ഡിസർവ് ചെയ്യുന്നില്ലേ? ഇതെങ്കിലും കണ്ടിട്ട് നമ്മുടെ റൈവൽസ് എങ്കിലും ചെയ്യുന്ന കണ്ടിട്ടെങ്കിലും അതിൽ നിന്നെങ്കിലും ഒരു പ്രചോദനം ശരിക്കും ഇവർക്ക് ഉണ്ടാവണ്ടേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആർക്കായാലും തോന്നില്ലേ, ഇത്രയും മനുഷ്യരുണ്ട്, ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ നോക്കിയാൽ നമുക്കറിയാം എത്ര മില്യണോ, 3.8 4 മില്യണോ അത്രയും കണ്ടാണ്. ഇനി അത് അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് ഈ ലോകത്തുള്ള എത്ര ഫാൻസ് ഉണ്ട്, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ക്ലബ്ബ് നന്നായി കാണുന്ന. ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് കമന്റ്സിൽ ആൾക്കാർ വന്ന് പറയുന്നത് കേൾക്കാം, ബ്രോ മടുത്തു, ഇത്രയും നാൾ കൂടെ നിന്ന് ഇനി. അപ്പൊ അവരുടെയൊക്കെ ഒരു ഇമോഷൻ ഒന്നും ഒരു വിലയില്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ ഈ BFCയും മോഹൻ ബഗാനും ഗോവയൊന്നും നമ്മളൊരു റൈവലായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഫാൻസിനും എനിക്കും നിങ്ങൾക്കും ഒക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം, അവർ നമ്മുടെ റൈവൽസ് ആണെന്ന്. പക്ഷെ അവന്മാർക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവന്മാർക്ക് അറിയാം നമ്മൾ വരും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒച്ച ഉണ്ടാക്കും, പോവും. കാരണം നമ്മുടെ ടീമിന് അവരായിട്ട് മുട്ടി നിൽക്കാനുള്ള ഇല്ല. ഇത് നമ്മുടെ പ്ലെയേഴ്സിനെതിരെയുള്ള ഒരു അറ്റാക്ക് ഒന്നും അല്ല കേട്ടോ, ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലർക്കൊരു ധാരണയുണ്ട്, നമ്മൾ വന്നിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് ക്രിറ്റിസിസം, അത് പ്ലെയേഴ്സിനെ ബാധിക്കും, പ്ലെയേഴ്സിന്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കും എന്നൊക്കെ. എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സംഭവം നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം പ്ലെയേഴ്സിനെ നമ്മൾ ആരെയും ഡിസ്റെസ്പെക്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു പെർഫോമൻസ് മോശമായാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അത് അവർക്കും അറിയാം, ഇതൊരു പ്രൊഫഷനാണ്, നമ്മളും മനുഷ്യരാണല്ലോ, നമുക്കും വികാരങ്ങളുണ്ട്, നമ്മളും 10-14 കൊല്ലമായില്ലേ ഈ ടീമിന്റെ കൂടെ. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒച്ച ഉണ്ടാക്കിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുമെന്ന് നമുക്ക് തോന്നുള്ളൂ. നമ്മൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഇതാണ്, ക്ലബ്ബ് അടച്ചുപൂട്ടുന്നതിന്റെ തൊട്ട് വക്കിലായിരുന്നു, എന്നിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് കളിക്കുന്നത്. അറിയാം, പ്ലേയേഴ്സും അതിൻ്റെ സാക്രിഫൈസ് നടത്തിയിട്ടുണ്ടാവും. ഞാൻ എവിടെയോ വായിച്ചിരുന്നു, 0 വാല്യൂ കോൺട്രാക്ട്സ് ആണ് പല ഇന്ത്യൻ താരങ്ങൾക്കും നമ്മുടെ ക്ലബ്ബിൽ നിന്നൊക്കെ. അതൊക്കെ ഓക്കെ, അക്സെപ്റ്റബിൾ, ആ ഒരു സാക്രിഫൈസ് അവർ നടത്തിയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇതെല്ലാ ക്ലബ്ബും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ BFCയും മോഹൻ ബഗാനും ഒക്കെ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അവർ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അവരിതൊരു ലോസ് ആണെന്ന് അറിഞ്ഞിട്ടും അവരുടെ ഫാൻ ബേസിനും അവരുടെ ക്ലബിന്റെ ബെറ്റർമെന്റിനും എന്തെങ്കിലും ഈ ഒരു സംഭവം റിട്ടേൺ വരും എന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് റിയലിസ്റ്റിക്കലി നമ്മുടെ മാനേജ്മെന്റും ഓണേഴ്സും വിചാരിക്കുന്നത് നമ്മൾ ഈ ക്ലബ്ബുകളുടെ കൂടെയൊക്കെ മുട്ടി നിൽക്കുമെന്ന്? അത് ഒരിക്കലും ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമല്ലല്ലോ. വെറുതെ കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ? പറഞ്ഞു ഞാൻ BFCയിൽ നിന്ന് തുടങ്ങി ഇപ്പതേ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റിനെ എങ്ങനെ നയിക്കണമെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ റൈവൽസിനെ തന്നെ നോക്കിയാൽ മതി. അതിൽ നിന്ന് വേറെ ഇതൊന്നുമില്ല. ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഈ ക്ലബ്ബുകൾ, സസ്റ്റൈനബിൾ സക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന ഈ മോണിറ്ററി ആസ്പെക്റ്റിൽ നിന്നല്ല കേട്ടോ, കാരണം എല്ലാ ക്ലബ്ബുകളും നഷ്ടത്തിലാണ്. പക്ഷെ എന്നാലും അവരുടെ ഫാൻസിന് സന്തോഷിക്കാനുള്ളതും അവരുടെ ക്ലബിന് കമ്പീറ്റ് ചെയ്യാനുള്ളതും അവർക്കൊരു സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. എൻ്റെ ബേസിക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ റൈവൽസ് ആയിട്ടുള്ള BFC പോലത്തെ ക്ലബ്ബുകൾ അവരുടെ ഓണേഴ്സും മാനേജ്മെന്റും ആ ഒരു എക്സ്ട്രാ മൈല് പോകാൻ റെഡിയാണ്. അതിൻ്റെ റിസൾട്ടുകളാണ് അവർ ഇത്രയും വർഷവും ഇനിയും അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്നാ എക്സ്ട്രാ മൈൽ എടുക്കും? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി എനിക്ക് പറയാനുള്ളത് നിഖിൽ പൂജാരിനെ കുറിച്ചാണ്. വാട്ട് എ പ്ലെയർ! നമ്മൾ ഇതിനു മുമ്പും ചാനലിൽ കഴിഞ്ഞ സീസണൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് റൈറ്റ് ബാക്ക് ആണ് നിഖിൽ പൂജാരി. ഈ ക്ലബിലേക്ക്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുറെ റിപ്പോർട്ടുകളും റൂമറുകളൊക്കെ വായിച്ച് കുറെ മനക്കോട്ട കെട്ടിയതാണ്. പക്ഷെ ഈ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ആഷിഖിന് നൽകിയ ഒരു ക്രോസ്, അത് ആക്ച്വലി സ്പോർട്ടിംഗ് ഡൽഹിയുടെ ഗോൾ കീപ്പർ നല്ലൊരു സേവ് നടത്തി, കറക്റ്റ് കയ്യിലായിരുന്നു അടി, തട്ടിക്കളഞ്ഞു. പക്ഷെ അതൊരു പക്ക ഹെഡറാണ്. ആ ഫാർ പോസ്റ്റിൽ ആഷിഖിൻ്റെ ഒരു ഫ്രീ ഹെഡറാണ്. ശരിക്കും അത് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ചാൻസ് തന്നെയായിരുന്നു, കാരണം ആ ക്രോസിന്റെ ക്വാളിറ്റി അതാണ്.
അളന്ന് മുറിച്ച് കറക്റ്റ് വെയിറ്റിലാണ് ആ ബോൾ അവിടെ ആഷിഖിന്റെ തലയിൽ ലാൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്രോസ്. അതിനുശേഷം ആ ഗോള് വന്നില്ലേ, ശിവശക്തിയുടെ ഗോള്, ആ റൈറ്റ് ബാക്ക് ആണ്, പുള്ളി ഒരു റൈറ്റ് ബാക്ക് ആണ്, പുള്ളിയാണ് ആ ബോക്സിലേക്ക് അങ്ങനെ ഒരു റണ്ണ് മേക്ക് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ആ അങ്ങനെ ഒരു റണ്ണ് മേക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഇന്റലിജൻസ്, ഒരു IQ, അതൊക്കെയാണ് ഒരു ക്ലെവർ ഫുട്ബോളർ എന്ന് പറയുന്ന സാധനം. ആ ഒരു സ്പേസിലേക്ക് ആ ഒരു റണ്ണ് മേക്ക് ചെയ്യുക. അങ്ങനെ ഒരു റണ്ണ് മേക്ക് ചെയ്തെന്ന് മാത്രമല്ല, അവിടെ നിന്ന് നമ്മുടെ ഒരു ഫ്രീ പൊസിഷനിൽ നമ്മുടെ ഒരു ടീംമേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. ആ സാധനം ഒന്നും അതൊരു ഒരു ഒരു ക്ലെവർ ആയിട്ടുള്ള, ഈ ഞാൻ ക്ലെവർ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമാനായ ഒരു ഫുട്ബോളർ, അയാൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കുന്ന സംഭവമാണല്ലോ. അവിടെ നിന്ന് ബോൾ വരുന്നു, ഇങ്ങനെ സ്പേസിലോട്ട് ഓടുന്നു, ഓക്കെ ശിവശക്തി ഇവിടെ ഉണ്ട്, കറക്റ്റ് അവിടെ ഒരു ഹെഡർ കൊടുക്കാം, കറക്റ്റ് പ്ലേറ്റിൽ വെച്ച് വന്നു കൊടുത്ത പോലെ ജസ്റ്റ് തട്ടി അകത്തിട്ടാൽ മതി, ഗോള്, ഫസ്റ്റ് ഗോള്. ആ ഒരു സംഭവം അത് അധികം ഫുട്ബോളർമാരിൽ ഇല്ല അത് ഇന്ത്യയിൽ. പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ നിഖിൽ പൂജാരി, നമുക്കറിയാം ഹൈദരാബാദിലെ ആ ഒരു ഫൈനാൻഷ്യൽ അവരുടെ സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ എന്തായാലും ക്ലബ്ബ് വിടും എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നല്ലോ. അപ്പം അതിൻ്റെ അകത്ത് കേരള ബ്ലാസ്റ്റേഴ്സും നിഖിൽ പൂജാരിനെ സൈൻ ചെയ്യാൻ രംഗത്തുണ്ടെന്നൊക്കെ ഞാൻ എവിടെയോ റിപ്പോർട്ട് വായിച്ചു. ഇതൊക്കെ ശരിയാണെന്നറിയില്ല കേട്ടോ, നമ്മൾ വായിക്കുന്നതാണ്. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് തെറ്റിയതാണെങ്കിൽ. പക്ഷെ ഞാൻ എവിടെയോ വായിച്ചിരുന്നു നിഖിൽ പൂജാരിനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്നൊക്കെ. ആരെങ്കിലും അടിച്ചിറക്കിയതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അന്ന് വായിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ദൈവമേ, നിഖിൽ പൂജാരി റൈറ്റ് ബാക്ക് പക്ക സെറ്റ് എന്നൊക്കെ ആലോചിച്ചിരുന്നൊരു ടൈമുണ്ട്. പക്ഷെ എവിടെ വരാൻ, നമുക്കറിയാമല്ലോ നമ്മുടെ ക്ലബിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ്. ഇതിന് അതിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ അവൈലബിൾ ആവുന്നില്ല. അത് അവിടെയൊക്കെയാണ് ഞാൻ പിന്നെ വീണ്ടും BFCയുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. കാരണം ഇങ്ങനെ ഒരു പ്ലെയർ അവൈലബിൾ ആവുകയാണ്, കറക്റ്റ് അയാളെ മേടിക്കുക. അതിനൊരു പ്രോജക്റ്റ് വേണം അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ. ഇപ്പം ഇന്ന് ഇങ്ങനെ ഒരു പ്ലെയർ, നിഖിൽ പൂജാരിനെ പോലെ ഒരു പ്ലെയർ പെട്ടെന്ന് അവൈലബിൾ ആവുകയാണ് എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം. അപ്പോൾ ആ പ്ലെയറിനെ മേടിക്കാൻ 2-3 ക്ലബ്ബുകൾ രംഗത്തുണ്ട്. BFC നമുക്ക് വേണ്ട. ഇപ്പോൾ ഒരു പഞ്ചാബ് ഉണ്ട്, ഒരു ജംഷഡ്പൂർ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉണ്ട്, നമ്മളുണ്ട്. അങ്ങനെ നോക്കിയാലും ആ പ്ലെയർ നമ്മളെ ചൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇത്രയും ഫാൻസ് ഉണ്ട്. ബാക്കി ആ ഞാൻ പറഞ്ഞ 4 ക്ലബ്ബുകൾ നിങ്ങൾ വെക്കും, ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, പഞ്ചാബ്. ഈ 3 ക്ലബ്ബുകളെക്കാളും ഫാൻസ് നമുക്കുണ്ട്. നമ്മളെ വന്നു കഴിഞ്ഞാൽ വിസിബിലിറ്റി കിട്ടും, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഒരു യങ് പ്ലെയർ നമ്മളെ ചൂസ് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ ഭയങ്കര സംശയമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് പ്രോposition തന്നെയാണ്. കല്ലൂർ കളിക്കാം, ഇത്ര ഫാൻസിൻ്റെ മുമ്പിൽ കളിക്കാം, അതൊക്കെ ഒരു പ്ലെയറിന് ഭയങ്കര നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം എന്നൊക്കെ പറയാം ഇന്ത്യൻ ഫുട്ബോളിലൊക്കെ. പക്ഷേ ഇപ്പം നമ്മളൊരു അട്രാക്റ്റീവ് പ്രോposition ആണോ? കാരണം നമ്മളെക്കുറിച്ച് തന്നെ ഒരുപാട് പ്ലെയേഴ്സ് ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഇങ്ങനെ ഇനിയൊരു നിഖിൽ പൂജാരി പോലെ ഒരു പ്ലെയർ ഒരു സിറ്റുവേഷനൊക്കെ ഭാവിയിൽ വരികയാണെങ്കിൽ നമ്മളവിടെ വെൽ പൊസിഷൻഡ് ആയിരിക്കുമോ അങ്ങനെ ഒരു പ്ലെയറിനെ അട്രാക്ട് ചെയ്യാൻ? എനിക്കറിയില്ല. എന്തായാലും ബ്രില്യൻ പെർഫോമൻസ് തന്നെ പറയാം. ഈ അറ്റാക്ക് മാത്രമല്ല, പുള്ളി ആ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ പുള്ളി എല്ലായിടത്തും ഉണ്ട്. ഡിഫൻസിൽ ബാക്കിൽ ഇറങ്ങും, പുള്ളി ട്രാക്ക് ബാക്ക് ചെയ്യും, അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും, റയൻ വില്യംസിനൊക്കെ ഓവർലാപ്പ് ചെയ്ത് ക്രോസുകൾ ഇടും. വേണമെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്ത് അവിടെ കളിക്കാൻ കുറച്ച് നേരം. പുള്ളിക്ക് എല്ലാം പറ്റും. ലൈക്ക് ഒരു ഓൾറൗണ്ടർ ടൈപ്പ് പ്ലെയർ ആണ്. വളരെ റെയർലിയാണ് മിസ്റ്റേക്കുകളൊക്കെ വരുന്നത്. BFC വളരെ ലക്കിയാണ് അങ്ങനെ ഒരു ലൈനപ്പിൽ ആ പ്ലെയർ ഉള്ളത്. ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഐമനും അസറും, അവരെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അവർ സ്പോർട്ടിംഗ് ഡൽഹിയിൽ പോയതെന്നുള്ളത് വളരെ വ്യക്തമായി. കാരണം ഫസ്റ്റ് മത്സരത്തിൽ തന്നെ രണ്ടുപേരും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ റെഗുലർ ആയിട്ട് മിനിറ്റ്സ് കിട്ടും. ഇഞ്ചുറികളൊന്നും ഇല്ലെങ്കിൽ അവർ തന്നെ ഫുള്ള് കളിക്കാനാണ് സാധ്യത. കാരണം ആ പൊസിഷനിൽ ബെസ്റ്റ് ഓപ്ഷനുകൾ അവർ തന്നെയാണ്. ആൻഡ് ഈ മത്സരത്തിൽ രണ്ടുപേരും പ്രൂവ് ചെയ്തു. ശരിക്കും കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ വിട്ട് കളഞ്ഞു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്, ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്, അതൊരു വിട്ട് കളഞ്ഞൊരു സംഭവം തന്നെയാണ്. ആ ഒരു ഇത് മാറിയിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ ഭയങ്കര സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന 2 പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പം ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ, രണ്ടുപേരുടെയും ഈ മത്സരത്തിലെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒന്നേ പറയാൻ തോന്നിയുള്ളൂ, നന്നായി വരും മക്കളെ. നിങ്ങൾ എടുത്ത തീരുമാനം എന്തായാലും നല്ലതാണ്. കാരണം ഗെയിം ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാമല്ലേ, ഒരു ബെഞ്ചിൽ നിന്നൊക്കെ ഒരു 10 മിനിറ്റ് ഒരു യങ് പ്ലെയറിന് കിട്ടിയിട്ട് ഒന്നും ആവാൻ പോകുന്നില്ല. ഈ ഐമനൊക്കെ ഇതുപോലെ തന്നെ തുടർച്ചയായ സ്റ്റാർട്ടുകൾ നമുക്ക് കൊടുക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ബെഞ്ചിൽ നിന്ന് ഇറക്കും, അല്ലെങ്കിൽ ഒരു കളി ഇറക്കിയ പിന്നെ ഹാഫ് ടൈമിന് വലിക്കും, അല്ലെങ്കിൽ ബെഞ്ചിൽ നിന്ന് അവസാനം ഒരു 10-15 മിനിറ്റ് ഇറക്കും. അങ്ങനെ കളിച്ചുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു പ്ലെയറിനും. റെഗുലറായിട്ട് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വന്ന് സീനിയർ ലെവലിൽ മിനിറ്റ്സ് കളിക്കാണ്ട് ഒരു രക്ഷയില്ല. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു ക്യാമിയോ ഒന്ന് കളിച്ച് പോകാന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇരുന്ന് കരിയർ പോവും. ആ ഒരു പീക്ക് വർഷങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും ഇനഫ് ഗെയിം ടൈം ഇല്ലാണ്ട് ബെഞ്ചിൽ ഇരുന്ന് തന്നെ പോകും. അതിലും ഉത്തമമായൊരു തീരുമാനം തന്നെയാണ് എന്തായാലും
ഈ മത്സരത്തിൽ ഐമൻ ക്ലോസ് സ്പേസിൽ ഡ്രിബിൾ ചെയ്തതാണെങ്കിലും കൗണ്ടർ അറ്റാക്കിൽ എപ്പോഴും ഡൽഹിയുടെ ഒരു അപ്രോച്ച് ആയിരുന്നു ഐമന് ബോൾ കൊടുക്കുക, ഐമന് റൺ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. റൺ ഡിഫൻഡേഴ്സ്, ഐമൻ്റെ ആ ഒരു പേസ് ഉണ്ടല്ലോ, ഓടുക, കട്ട് ഇൻസൈഡ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ടൈറ്റ് സ്പേസിലൊക്കെ നല്ലോണം ഡ്രിബിൾ ചെയ്ത് നല്ല ക്ലോസ് കൺട്രോളും ഒക്കെ ഉണ്ടായിരുന്നു. ഐമൻ്റെ കൂടെ ആക്ച്വലി ഫോർവേഡ് ലൈനിൽ കളിച്ച മറ്റേ രണ്ടുപേര് ദേവേന്ദ്ര മുർഗാങ്കറും ഓഗസ്റ്റിൻ ലാൽറച്ചാനയും, അവർക്ക് രണ്ടുപേർക്കും ആ ഒരു സെയിം ലേവ് ലെങ്ത്തിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് ഐമന് ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ചുറ്റുമുള്ള പ്ലേയേഴ്സിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഐമൻ എന്തെങ്കിലുമൊക്കെ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്തേനെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ ഒരു ഇൻറ്റൻറ്റിൽ തന്നെയാണ് കളിച്ചത്. ആ ഒരു ഡയറക്റ്റ് ആ ഒരു റോ പേസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഐമൻ കളിച്ചത്. അസറിൻ്റെ അതെ, അസർ ഭയങ്കര സോളിഡ് ആയിട്ടാണ്, മീൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അസറിനെ സംബന്ധിച്ചിടത്തോളം. ആ മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ബ്രയൻ സാഞ്ചസ് ഉണ്ട്, ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള പ്ലെയറാണ്, രണ്ട് സൈഡിലോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സുരേഷ് ഉണ്ട് ആ മിഡ്ഫീൽഡിൽ. അപ്പം അങ്ങനത്തെ ഒരു ചലഞ്ചിങ് റോളായിരുന്നു. പക്ഷേ ഡൽഹി ക്രിയേറ്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഉണ്ടാക്കിയത് അസർ തന്നെയാണ്. ആ മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് ത്രൂ ബോൾ, ഓഗസ്റ്റിന് അത് ഫിനിഷ് ചെയ്യണമായിരുന്നു, ഗുർപ്രീത് സേവ് ചെയ്തു. പക്ഷെ അതായിരുന്നു കളിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാൻസ് ഡൽഹിക്കുള്ള. ആൻഡ് ആ ഒരു പാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കാരണം ആ ഡിഫൻസിനെ പിളർന്ന് അവിടെ നിന്ന് ഓഗസ്റ്റിന് റണ്ണ് മേക്ക് ചെയ്യാനുള്ള അളന്ന് കുറിച്ചൊരു പാസ്, അത് എങ്ങനെ പുള്ളി അത് കൺവേർട്ട് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. അവിടെ വന്നിരുന്നെങ്കിൽ അസറിന് ആ ഒരു അസിസ്റ്റ് കിട്ടിയേനെ. എന്തായാലും വളരെ കോൺഫിഡൻസ് നൽകുന്ന പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. തോമസ് ജോർജിന്റെ കീഴിൽ ഡെഫിനറ്റ് ആയിട്ടും ഇനി അവസരങ്ങൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇതിന്റെ പകുതി മിനിറ്റ്സ് പോലും കിട്ടില്ല. ഒരുപാട് സന്തോഷം തോന്നി ഈ പെർഫോമൻസിൽ. എനിക്കറിയാം ഡൽഹി തോറ്റു, എന്താണ് അവരുടെ ഈ സീസണിലെ ഫ്യൂച്ചർ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു യങ് ടീമിനെ കളിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇൻഡിസൈസീവ്നെസ് എപ്പോഴും ഉണ്ടാവും. ഫൈനൽ തേർഡിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റി അതിന്ന് നമ്മൾ ശരിക്കും ഡൽഹിയിൽ നിന്ന് കണ്ടു. കാരണം ഈ ഓഗസ്റ്റിൻ ലാൽറച്ചാനെ ആണെങ്കിലും ദേവേന്ദ്ര മുർഗാങ്കർ ആണെങ്കിലും അത്രയും ഒരു ക്ലിനിക്കലായിരുന്നില്ല. ഫൈനൽ തേർഡിൽ അവർക്ക് ആ ഒരു കമ്പോഷർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് മെച്യൂരിറ്റി വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു വൈഡ് പ്ലേയേഴ്സ്, ക്വിക്കായിട്ടുള്ള പ്ലേയേഴ്സിൽ വരിക. ആൻഡ് ഡൽഹി എന്ത് തന്നെ ചെയ്താലും ഈ സീസണിൽ എന്ത് തന്നെ ആയിക്കോട്ടെ അവരുടെ ഫ്യൂച്ചർ, അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഐമൻ്റെ അസറിൻ്റെയും ഒരു പങ്ക് ഉറപ്പാണ്. കാരണം അവർ റെഗുലറായിട്ട് കളിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കളിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും ഇമ്പ്രൂവ് ആവും. പിന്നീട് ചിലപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രാൻസ്ഫറും കൂടെ നമ്മൾ കാണുമായിരിക്കും. ചിലപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആയിരിക്കും എന്നറിയില്ല. പക്ഷേ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കുറച്ചും കൂടെ ഒരു വലിയ ക്ലബിലേക്കൊക്കെ ആയിരിക്കാം. അപ്പം എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും. അങ്ങനെയൊക്കെയല്ലേ ഇനിയിപ്പോൾ പറയാൻ പറ്റുള്ളൂ. വിട്ടുകളഞ്ഞില്ലേ നമ്മൾ. അപ്പൊ ഇതാണ് ഗൈസ് ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി മത്സരത്തിൽ നിന്ന് ഞാൻ പഠിച്ച 3 കാര്യങ്ങൾ. എനിക്ക് തോന്നുന്ന നമ്മുടെ ചാനലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാത്ത ഒരു ISL ക്ലബിന്റെ ഒരു മത്സരത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ്. ഈ സീസണിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ കുറേ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ കാര്യങ്ങൾ BFCനെ കുറിച്ചുള്ള ഈ പോയിന്റുകൾ മുന്നോട്ട് വെക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സംഭവം പറയണത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ മത്സരം കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അൺടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.